നമ്മൾ പഠിച്ചു ബി ഫോം ഓഫ് ദ വേർബ് പഠിച്ചു അല്ലേ. ബി ഫോം ഓഫ് ദ വേർബില് ഇസ് ആം ആർ ആണെന്ന് പഠിച്ചു. ഇതിൽ ഇസിന്റെ യൂസേജ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇസ് നമ്മൾ പല രീതിയിൽ യൂസ് ചെയ്യും. ഇസ് നമുക്കറിയാം ബി ഫോം ഓഫ് വേർബിന്റെ ഒരു ബി ഫോം ആണെന്ന് അറിയാം അല്ലെ. ഇസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് അല്ലെ. ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്ട്സ്? ഹി, ഷീ, ഇറ്റ് അല്ലെ. ഇതിന്റെ കൂടെ നമ്മൾ ഇസ് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ ഒരു സ്റ്റേറ്റ് അവസ്ഥ പറയാൻ, നമ്മൾ ഹാപ്പി ആണോ, സാഡ് ആണോ, പേടിയാണോ, അങ്ങനത്തെ അവസ്ഥകളുടെ മുമ്പിലും ഇസ് യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഷീറ്റിന്റെ കൂടെയും പിന്നെ അവസ്ഥ സ്റ്റേറ്റ് അതിന്റെ കൂടെയും നമ്മൾ ഇസ് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ ഒരു പൊസിഷൻ പറയാൻ, ഇപ്പൊ ഹി ഇസ് എ ടീച്ചർ, ഹി ഇസ് എ ഡോക്ടർ, അങ്ങനെ ഒരു പൊസിഷൻ പറയാനും ഇസ് യൂസ് ചെയ്യും. ഓക്കെ, ഹി ഇസ് എ ടീച്ചർ, ഈസ് എ ഡോക്ടർ, അങ്ങനെ ഓരോ പൊസിഷൻ പറയാനും നമ്മൾ ഇസ് യൂസ് ചെയ്യും. പിന്നെ ഇസ് യൂസ് ചെയ്യുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ING ഫോം യൂസ് ചെയ്യണം അല്ലേ. അപ്പൊ ഹി ഈസ് ഈറ്റിംഗ് ഫുഡ് അല്ലെ, ഹി ഈസ് ഈറ്റിംഗ് ഫുഡ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഇസ് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ ഇസ് യൂസ് ചെയ്യുന്നത് ഏജ് പറയാൻ, ഹി ഈസ് 10 years old അല്ലെ, ഏജ് പറയാൻ. പിന്നെ നമ്മൾ ടൈം പറയാൻ, ഓക്കെ, ഇറ്റ് ഈസ് 6 o'clock അങ്ങനെ ടൈം പറയാൻ. പിന്നെ ഡേ പറയാൻ, ടുഡേ ഈസ് സൺഡേ അങ്ങനെ. വെദർ പറയാനായിട്ട് അത് ഇറ്റ് ഈസ് ഹോട്ട് ടുഡേ കണ്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ, ഇത് മാത്രമല്ല കുറെ ഉണ്ട്, ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങളിലാണ് നമ്മൾ ഇസ് യൂസ് ചെയ്യുന്നത്.